ഹായ്, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും ഡിന്നറൊക്കെ ഡിന്നറല്ലല്ലോ, ലഞ്ചൊക്കെ കഴിച്ചോ? നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചേട്ടോ. ഇന്ന് ചോറ് വെച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി. ഇത്ര സമാധാനം ഇല്ലാത്തത് ആര്? അപ്പോൾ ഇക്ക വന്നിട്ടില്ലായിരുന്നു. ഇക്ക സൈറ്റിൽ പോയിരുന്നു. നമുക്ക് നാളെ നേരിട്ട് കാണാം സൈറ്റിൽ വരുമ്പോഴത്തേക്ക്. വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നോ? ഇവര് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ടോ, നമ്മളില്ലാത്തപ്പോഴത്തേക്ക് ആർക്കൊക്കെ പറയുന്നത് പിന്നെ വരാം പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞു. ആരാ മനുഷ്യ? ഒന്നും പറയണ്ട. പോയെടുത്ത് തന്നെ ഇനി നാളെ പോണം, പിന്നെ മറ്റന്നാളും പോണം. ഒരു പോക്കൊട്ടൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. പൈസയൊന്നും ആരും തരുന്നില്ലെന്ന് ഗൈസ്. നല്ല മണം വരുന്നല്ലേ? മണമുണ്ടാ? എപ്പോഴും കിച്ചണിൽ നിന്ന് മണം വരുന്നത്. ഇതിപ്പോ ഈ ഫുള്ള് കോറിഡോറിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്താണ് സംഭവം ഇവിടെ? എന്തോ സംതിങ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മണം വരുന്നുണ്ടല്ലോ. കിച്ചണിന്റെ വല്ലതും ഉണ്ടോ? ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തിയുടെ ആയിരിക്കും. ചപ്പാത്തിയുടെ അല്ല, പിന്നെന്തുവാ? പഴത്തിനങ്ങനെ മണം വരത്തില്ലല്ലോ. ചപ്പാത്തി ആയിരിക്കും. ചപ്പാത്തിയുടെ ഒന്നല്ല, വേറെ എന്തോ ഒരു സംഭവം ഇവിടെ എന്തോ മണക്കുന്നുണ്ട്. എന്താന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അതെയാ? നീ ഇവിടെ എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാനെന്തോ ഒളിപ്പിച്ച? സത്യം പറ. നല്ല മണം വരുന്നുണ്ടോ? നല്ല സൂപ്പർ ആയിട്ടുള്ള മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് മണം അടിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? നമ്മുടെ വിശക്കുന്നുണ്ട്. വിശപ്പിന്റെ മണം അല്ല, വേറെന്തോ ഉണ്ട്. ഇവിടെ എന്തോ സ്റ്റോറിലോട്ടൊക്കെ പോണേ. പൊന്നപ്പൻ അല്ലടി, നീ തങ്കപ്പനാ. തങ്കപ്പൻ നല്ല അടിപൊളി മണം. എന്താ സ്റ്റോർ റൂമിന്റെ അല്ല കേട്ടോ, സ്റ്റോർ റൂമിൽ നിന്ന് വരുന്ന നല്ല വരുന്ന മണം. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോറിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഇതിന്റെ മണമാണ് ഈ വരുന്നത്. നമ്മുടെ നാട്ടില് സ്വന്തം അയ്യത്ത് വസ്തുവിനകത്തുണ്ടായ ചക്കയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചക്ക സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് എന്ന് വിളിച്ചാലും ഉമ്മ പറയും, എന്താ കഴിച്ചേ? ചക്കയും മീൻകറിയും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും അവിടെ ചക്കയും കഴിച്ചോണ്ടിരുന്നു, നമ്മുടെ ഞങ്ങളുടെ പാവത്തങ്ങൾക്ക് ഇവിടെ ചക്കയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കഷ്ടപ്പാട്. ദുബായിൽ ആരൊക്കെ വരുന്നുണ്ടോ എല്ലാവരുടെ ചോദിക്കാറുണ്ട്, ഒരു ചക്ക എന്റെ മൂക്ക് കൊണ്ട് കൊടുക്കുമോ, ഒരു ചക്ക എന്റെ മൂക്ക് കൊണ്ട് കൊടുക്കോ. അങ്ങനെ എന്തിനേറെ പറയുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പോകുമ്പോ നമ്മളൊരു ടീമിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കാശ് മുടക്കി സാധനങ്ങൾ മേടിച്ച് ബോക്സിലാക്കി കൊണ്ടു കൊടുക്കുന്ന അവരോട് പോലും ചോദിച്ചു കുറച്ച് കൊണ്ട് കൊടുക്കുമോന്ന്. അവർ പോലും നമുക്ക് കൊണ്ട് തന്നില്ലെങ്കിലും നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടില്ലാത്ത ഒരാള്, ഒരു വ്യക്തി. അതെ, ഇപ്പൊ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു അണ്ണനാണ്. ആ അണ്ണനാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അയാൾ നമ്മളെ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സാധനം തന്നു വിടുവോ? ഇവിടെ പ്രവാസികൾ പൊതുവെ അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. നമ്മൾ പോകുമ്പോഴത്തേക്ക് സാധനങ്ങൾ കൊടുത്തുവിടും, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സാധനങ്ങൾ കൊടുത്തുവിടും. അങ്ങനെ ഒരിക്കൽ പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊടുത്തു വിടാത്തൊരു വ്യക്തി അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത്. 20 കിലോ സാധനം ഉണ്ടായിരുന്നു. രണ്ട് ചക്ക കൊണ്ടുവന്നപ്പോൾ തന്നെ 20 കിലോ 22 കിലോ എങ്ങാണ്ടായോ. 2 ചക്ക ഞങ്ങളുടെ അല്ല, ഒരു ചക്ക ഞങ്ങളുടേതും ഒരു ചക്ക എന്റെ ചേട്ടന്റെ മോൻ്റെതും കേട്ടോ. അങ്ങനെ പാവം ഈ ഒമാൻ വഴി വന്നെയാണ്. ഇപ്പൊ ഫ്ലൈറ്റിന് നാട്ടിലൊക്കെ ചാർജ് 7 കടലും കടന്നിട്ട് കയറി വന്നിരിക്കുന്ന ചക്കയാണ്. വരിക്കച്ചക്കയാണോ കൂടെ ചക്കയാണോ? വരിക്കച്ചക്കയാണ്. തേൻ വരിക്ക എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് പറയുമ്പോഴത്തേക്ക് എന്റെ വായിൽ വെള്ളം മൂറുന്നുണ്ട്, നിങ്ങളുടെ വായിലും വെള്ളം മൂറുന്നുണ്ടായിരിക്കും. അപ്പോഴേ നാട്ടിൽ നിന്ന് നമുക്കാണെങ്കിൽ എന്റെ ഇത്താണെങ്കിൽ പോയി അടത്തി തറയിലൊന്നും വീഴാതെ അടത്തി രാത്രിയായപ്പോ അവരുടെ വീട്ടിൽ, നമ്മുടെ വീട്ടിന് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിൽ രാത്രി കൊണ്ടു കൊടുത്തതാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ചക്കയാണ്. നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ ചക്കയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ ചക്ക നമ്മളുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു താങ്ക് യു സോ മച്ച് കേട്ടോ. രാജുവിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോ. നമ്മൾ ഇന്ന് വരെ അണ്ണന് ഒരു സാധനം, ഒരു മുട്ടായി പോലും അവരുടെ വീട്ടിൽ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടില്ല, അണ്ണന് നമ്മളിട്ട് തന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ സാധനം കൊണ്ടു തന്നിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരല്ലാതെ മറുവശത്ത് നിന്ന് നമുക്ക് അതേ ഹെൽപ്പൊക്കെ തിരിച്ചു കിട്ടും. അതെ, വേറെ ആരെങ്കിലും ഒക്കെ തരും. ഞങ്ങളുടെ അനുഭവത്തിൽ ഉള്ള കാര്യമാണത്, സത്യം തന്നെയാണത്. ഒരു മനുഷ്യന്, ഒരു പ്രവാസിയായിട്ടുള്ളവരാണെങ്കിലും ആരായിരുന്നാലും മനുഷ്യർക്ക് പരസ്പരം സഹായിക്കാതെയും സഹകരിക്കാതെയും ജീവിതം മുന്നോട്ടൊന്നും പോകത്തില്ലല്ലോ. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ വേണം. അതിൻ്റെയൊക്കെ ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളും ഇപ്പൊ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷെ സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുമ്പോഴുണ്ടല്ലോ നക്ഷത്രം കാണും, നക്ഷത്രം. ചില സാഹചര്യങ്ങളിലൊക്കെ ചില പേപ്പർ വർക്കുകളും ചില ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഓൺ ടൈമിലൊന്നും നടന്ന് കിട്ടാതെ വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ഡെയിലി നമ്മൾ കിടന്ന് അനുഭവിച്ചു.
അതിനിടയിൽ കിട്ടുന്ന ഇത്തരം ചെറിയ ചെറിയ മധുരങ്ങൾ, ഇത്തരം ചെറിയ ചെറിയ ചക്കകൾ ഭയങ്കര സന്തോഷം, നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. അത് മാത്രല്ല അതുകൊണ്ട് അപ്പോഴല്ലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. കൊതിപ്പിക്കണം നമുക്ക് മലയാളികളെ, പ്രവാസികളായ എല്ലാ മലയാളികളും ചക്ക കണ്ട് കൊതിക്കട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും മനുഷ്യനെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ തിരിച്ച് മിണ്ടുന്നില്ല, തിരിച്ച് അവരൊന്നും ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേ വേണ്ട. അവരല്ലെങ്കിൽ പടച്ചോ നമുക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഇതിനൊക്കെ കൊണ്ടുതരും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, നമുക്കത് വിഷമമല്ല, നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞത് അവിടെ നമ്മൾ വിട്ടു, അവിടെ കഴിഞ്ഞു. അതവിടെ ആ ഒരു കമന്റ് അവിടെ തീർന്നു. അതൊക്കെ നമ്മൾ മനുഷ്യരല്ലേ, നമ്മളിതൊന്നും പറയാതിരിക്കാൻ നമ്മൾ മാലാകയോ അല്ലെങ്കിൽ ദേവപുത്രന്മാരൊന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യരാണ്. അപ്പം നമ്മളിൽ എല്ലാവിധമായിട്ടുള്ള വിചാരങ്ങളും ഉണ്ടാവും, നമ്മളെല്ലാം പറയും. സിസേഴ്സ് അതെന്താ, ഈ റെഡ് വേണോ വൈറ്റ് വേണോ? സിസേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ചക്ക കട്ട് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ കോടാലി വെച്ചോ കുടവാള വെച്ചൊക്കെ നമ്മള് ചക്ക കട്ട് ചെയ്യുന്നത്. ഇത് സിസേഴ്സ് വെച്ച് ഓപ്പറേഷൻ ചെയ്യുന്നത്, ചക്ക ഓപ്പറേഷൻ ചക്ക. ചക്ക ചീത്തി പോവോ? എന്തായാലും നമ്മള് ലുലുലോ ലുലുലു നെസ്റ്റോയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് ചക്കയുടെ ചെറിയൊരു പീസ് വെച്ചിരിക്കുന്നതാണ്. ഭയങ്കര വില. ചക്ക കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ഈ നിമിഷം അറിയാം. അടിപൊളി, സൂപ്പർ. ഈ ചക്ക നമ്മുടെ ദുബായിൽ എത്തിയിരിക്കുന്ന ചക്കയാണ് സുഹൃത്തുക്കളെ. നാട്ടിൽ നിന്ന് 7 കടലും കടന്നിട്ടാണ് നമ്മുടെ ദുബായിൽ എത്തിയിരിക്കുന്നത് ഈ ചക്ക. 7ാം കടലിന് അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് ചാടിയ ഈ ചക്കയുടെ കഥയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതിന് കഴിച്ചു നോക്കട്ടെ, മധുരം സൂപ്പർ, നല്ല മധുരമുണ്ട്. സ്വന്തം വസ്തുവിലെ ചക്ക കേട്ടോ, നല്ല ചക്ക. ഞങ്ങളിപ്പോ ഞാനും മക്കളൊക്കെ ഇപ്പൊ ചപ്പാത്തി കഴിച്ചതേ ഉള്ളൂ. ഇവര് കഴിച്ചില്ല, ഇവരിപ്പോ വന്നേ ഉള്ളൂ. പീസ കേട്ടെ, ആരും ചോദിക്കല്ലേ. ചക്കയാണ് താരം. ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്ക. ചക്കയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നേ അറിയത്തില്ലല്ലേ? നീ ഓരോ പീസ് കട്ട് ചെയ്യും, ഓരോന്നെടുത്ത് തിന്നും. അതിനു വേണ്ടി അങ്ങനെ ചോദിച്ചേട്ടാ. സൂപ്പർ. നല്ല മുട്ടൻ ചോട അല്ലേ? ചവണിയൊക്കെ ഉണ്ട്, ചവണിയോടൊക്കെ തിന്നു. എന്തായിരുന്നാലും അടിപൊളി ചക്കയാണ്. സൂപ്പറായിട്ട് നമുക്ക് കിട്ടി, കഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതെ, അവർക്ക് ഭയങ്കര വിഷമായിരുന്നു. അയ്യോ എന്റെ കൊച്ചിന് ചക്ക കൊണ്ടുപോയില്ലല്ലോ. അവരുടെ വിഷമങ്ങളൊക്കെ മാറി. നമ്മള് അതിന്റെ പുറമെ കണ്ടപ്പോഴത്തേക്ക് നീറിപ്പോയെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. നീറിയിട്ടൊന്നും ഇല്ല, നല്ല മധുരമായിട്ടൊക്കെ ഉണ്ട്. സൂപ്പർ. അങ്ങനെ ഈ വർഷത്തെ ചക്ക തിന്നാൻ നമുക്കും ഭാഗ്യം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ചക്ക സമയത്ത്. എന്തായാലും ഈ പ്രാവശ്യം അപ്പം ദുബായിലൊക്കെ ഉള്ളവരൊക്കെ ചക്ക തിന്നിട്ടുണ്ടോ എന്ന് പറയണേ. ഞങ്ങളുടെ ഈ ചക്ക ഒമാനും കഴിഞ്ഞിട്ട് ദുബായിലെത്തിയ ചക്കയാണ് കേട്ടോ. അണ്ണൻ്റെ ഫ്ലൈറ്റ് ഒമാൻ വഴിയായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷം കൊണ്ട് തന്നില്ലേ പാവം. ഞങ്ങൾ അങ്ങനെ ദുബായ് എയർപോർട്ടിൽ പോയി മേടിച്ചതാ. നല്ല മധുരം. നമ്മുടെ കുറച്ച് ചക്ക തിന്നിട്ട് ഇനി ബാക്കി വീഡിയോ എടുക്കാം.
അപ്പൊ ഈ പ്രാവശ്യം ഗൾഫിലൊക്കെ ഉള്ള ആരൊക്കെ ചക്ക തിന്നൊന്നും പറയണേ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിന് നല്ല മധുരവും ഉണ്ട്. ചക്ക കണ്ടപ്പോഴത്തേക്ക് എല്ലാം മധുരമെന്ന് 2-3 ചപ്പാത്തിയൊക്കെ തിന്നേ, അതൊക്കെ പോയി. എന്തായാലും ചക്ക കഴിക്കണം. ചക്ക കാണുമ്പോൾ നമുക്കൊരു വിചാരങ്ങളൊക്കെ ആണല്ലോ, നമ്മുടെ നെസ്റ്റാൾജിയാണ്. ഇല്ലേക്കാ? അതെ, നമ്മുടെ നെസ്റ്റാൾജിക് ഫീലാണ്. പിന്നെ ചക്ക തിന്നിട്ട് ബാക്കി വീഡിയോ.